ഇന്നൊരു അസൽ ബോക്സ് എൻ്റെ കണ്ണിൽ പെട്ടു കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതാ ഇതിന് മുകളിൽ അത്യാവശ്യം വരയും കൂരിയൊക്കെ നടന്നിട്ടുണ്ട്. നമുക്കത് മാറ്റിയെടുക്കാൻ സിമ്പിളാണല്ലേ. പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒന്ന് മാറ്റിയെടുത്തിട്ട് നല്ല കളർഫുൾ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുഞ്ഞൊരു അലങ്കാര പണികളൊക്കെ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ പെയിൻറ്റ് ഒഴിഞ്ഞ ബോട്ടിലുണ്ടാവില്ലേ, ആ ഒരു ബോട്ടിൽ ഇത് അതുപോലെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കാനായിട്ട് പുറത്തല്ലാട്ടോ അടിച്ചു കൊടുത്തത്, ഉള്ളിലായിട്ട് തന്നെയാണ് കേട്ടോ അടിച്ചു കൊടുത്തത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് ഉള്ളിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ യെല്ലോ ഷെയ്ഡ് അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിന് മുകളിൽ ഒരു ഗ്രീൻ കളർ ലീഫ് വെച്ച് കൊടുത്തു. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ചെറിയൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് ഒന്ന് ഹൈറ്റ് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിതാ ജസ്റ്റ് പശയൊക്കെ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിന് മുകളിൽ ഒരു ഫ്ലവറും കൂടി ഫിക്സ് ചെയ്തപ്പോൾ നമുക്കിതാ കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഷോ പീസ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ എത്ര സിമ്പിളായിട്ട് കാര്യം കഴിഞ്ഞു. ഇതുപോലെ നല്ല ബോക്സാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഈ ഔട്ടറിൽ പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു കവറിങ് കൊടുക്കാനായിട്ടൊക്കെ നോക്കി, പക്ഷേ അതെനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. നിങ്ങൾക്ക് ഇതിൽ ഏത് ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്തായിരിക്കും. ഒരു ഹാർട്ടിലും കമൻറ്റ് സപ്പോർട്ട്